ഹരി ഓം. കൃഷ്ണമന്റെ ഭാഗവത പഠന ക്ലാസ്സിലേക്ക് എല്ലാ സജ്ജനങ്ങളെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ശ്രീമദ് ഭാഗവതം തൃതീയ സ്കന്ധം 7-ാം അധ്യായം ആരംഭിക്കുകയാണ്. നമ്മുടെ ക്ലാസ് നയിക്കുന്നതിന് ആചാര്യൻ ഡോക്ടർ പി വി വിശ്വനാഥ നമ്പൂതിരി സാറിനെ സ്നേഹാദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമസ്തേ സർ. ഓം സഹനാവവതു സഹനൗ സഹവീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. യം പ്രവ്രജന്തമനുപേതമുപേതകൃത്യം വൈവായനോ വിരഹകാതരാജുഭാവ പുത്രയതി തന്മയതയാതരവോഭിനേദുസ്തം സർവഭൂതഹൃദയം ഉന്മാഹവസ്മി. സമാധാനീയരായ എല്ലാ പഠിതാക്കൾക്കും വിനീതമായ പ്രണാമം. മുമ്പ് സൂചിപ്പിച്ച പോലെ ശ്രീമദ് ഭാഗവതം തൃതീയ സ്കന്ധം അധ്യായം 7 തുടങ്ങുന്നു. കഴിഞ്ഞ ദിവസം 6-ാം അധ്യായമാണ് തീർന്നത്. നമ്മൾ 7-ാം അധ്യായം ആരംഭിക്കുകയാണ്. 3-ാം സ്കന്ധം അധ്യായം 7. ശ്രീശുക ഉവാചാം ഏവം ബ്രുവാണം മൈത്രേയം ദുർവായനഫുതോ ബുധ പ്രണയന്നിവ ഭാരത്യ വിദുരപ്രത്യഭാഷതാം. ഇങ്ങനെ മൈത്രേയന്റെ സൃഷ്ടിക്രമത്തെക്കുറിച്ചുള്ള വിശദമായ മറുപടി കേട്ടതിന് ശേഷം ഏവം ബ്രുവാണം മൈത്രേയൻ, ഇങ്ങനെ പറയുന്ന മൈത്രേയനോട് ദ്വൈപായനഫുതോ ബുധ, ദ്വൈപായനഫുതനായ ബുധനായ പണ്ഡിതനായ വിദുരഹ ഭാരത്യ പ്രണയന്നിവ വാക്കുകൊണ്ട് സന്തോഷിപ്പിക്കുന്നവനെ പോലെ പ്രത്യഭാഷത മറുപടി പറഞ്ഞു. ഭാരത്യ എന്നുവെച്ചാൽ വാക്കുകൊണ്ട്, പ്രീണയൻ ഇവ സന്തോഷിപ്പിക്കുന്നവനെ പോലെ. വാക്കുകൾ കൊണ്ട് നമുക്ക് മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ പറ്റും, വേദനിപ്പിക്കാനും പറ്റും. ഇവിടെ വാക്കുകൊണ്ട് സന്തോഷിപ്പിക്കുമാറ് വിദുരർ മറുപടി പറഞ്ഞു. ഇങ്ങനെ വിദുരര് മൈത്രേയിൽ നിന്നും ഇത്രയും സൽക്കഥകൾ കേട്ടപ്പോൾ വ്യാസപുത്രനായ വിദുരർ, പണ്ഡിതനായ വിദുരർ ഈ വാക്കുകളെയൊക്കെ അഭിനന്ദിച്ചുകൊണ്ട് മറുപടിയായിട്ട് പറഞ്ഞു. ഏവം ബ്രുവാണം മൈത്രേയം ദ്വൈപായനഫുതോ ബുധഃ പ്രണയന്നിവ ഭാരത്യ വിദുരപ്രത്യഭാഷതാം. ദ്വൈപായനഫുതഃ ബുധഃ വിദുരഃ ഏവം ബ്രുവാണം മൈത്രേയം ഭാരത്യ പ്രണയൻ ഇവ പ്രത്യഭാഷതാം. ഏവം ബ്രുവാണം മൈത്രേയം ദ്വൈപായനഫുതോ ബുധഃ പ്രണയന്നിവ ഭാരത്യ വിദുരപ്രത്യഭാഷതാം. ഏവം ബ്രുവാണം മൈത്രേയം ദ്വൈപായനഫുതോ ബുധഃ പ്രണയന്നിവ ഭാരത്യ വിദുരപ്രത്യഭാഷതാം. വിദുര ഉവാച. ഇനിയും വിദുരര് പറഞ്ഞ വാക്കുകളാണ്. ബ്രഹ്മൻ കഥം ഭഗവതശ്ചന്മാത്രഫ്യാവികാരിണാം ലീലയാ ചാഭിയുജ്യേരൻ നിർഗുണസ്യ ഗുണാക്രിയാഹം. ഹേ ബ്രഹ്മൻ എന്ന സംബോധനയാണ്. ബ്രഹ്മജ്ഞാനിയായിട്ടുള്ളവനെ കഥം എങ്ങനെയാണ് ഭഗവതഃ ചിന്മാത്രസ്യ അവികാരിണഃ, ചിന്മാത്രം ജ്ഞാനസ്വരൂപൻ, ചിത്തം എന്ന് വെച്ചാൽ ജ്ഞാനം എന്നർത്ഥം. ചിന്മാത്രസ്യ ജ്ഞാനമാത്രനായിരിക്കുന്ന, ജ്ഞാനസ്വരൂപിയായിരിക്കുന്ന, അവികാരിണഃ വികാരങ്ങളൊന്നും ഉണ്ടാകാത്ത, ഒരു മാറ്റങ്ങളും ഉണ്ടാകാത്തവനായ, ലീലയാചാപി ലീല കൊണ്ടാണെങ്കിൽ പോലും, കഥം യുജ്യേരൻ എങ്ങനെ യോജിക്കുന്നു, നിർഗുണസ്യ നിർഗുണനായ ഭഗവാനെ, ഗുണാഹ ക്രിയാഹ കഥം യുജ്യേരൻ
ഗുണകാര്യങ്ങളായ ക്രിയകൾ, കർമ്മങ്ങൾ എങ്ങനെ യോജിക്കും എന്ന്. അല്പം മുമ്പ് പറഞ്ഞു വെച്ചത് അതാണ്. ജ്ഞാനസ്വരൂപനാണ് ഭഗവാൻ. ജന്മാദികളായ വികാരങ്ങളൊന്നുമില്ലാത്തവനാണ്, ജനനമില്ലാത്തവനാണ് ഭഗവാൻ. അതുകൊണ്ട് ജന്മത്തിന് കാരണമായ ഗുണങ്ങൾ ഭഗവാന് ബാധിക്കില്ല. നിർഗുണനാണ് ഭഗവാൻ. അങ്ങനെയുള്ള ഭഗവാന് ഗുണം കൊണ്ട് സംഭവിക്കുന്ന കർമ്മങ്ങളിൽ എങ്ങനെ വ്യാപൃതനാകുന്നു, എങ്ങനെ ജന്മങ്ങൾ ഉണ്ടാകുന്നു, ലീലയായിട്ടാണെങ്കിൽ പോലും ഇതെങ്ങനെ യോജിക്കും എന്നാണ് ചോദ്യം. ന്യായമായൊരു ചോദ്യമാണ്. ജനിക്കാത്ത ഒരാൾ, ജന്മമില്ലാത്ത ഒരാൾ കർമ്മങ്ങൾ ചെയ്യുന്നു എന്നല്ലേ പറഞ്ഞു. ഇതെങ്ങനെ യോജിക്കും? നിർഗുണനായ ജ്ഞാനസ്വരൂപനായ ഭഗവാന് ഗുണങ്ങളുമായി ബന്ധമുണ്ടാക്കിയിട്ട് കർമ്മങ്ങൾ ചെയ്ത് ലീലയാടി കളിച്ച് ഈ പ്രപഞ്ചത്തിൽ ഇങ്ങനെ നടക്കുന്നു. ഇത് പരസ്പര വിരുദ്ധങ്ങളല്ലേ? അന്യോന്യ വിരുദ്ധങ്ങളായിട്ടാണ് ഇത് തോന്നുന്നത്. ഗുണഹീനന്, ഗുണമില്ലാത്ത ഒരാൾക്ക് ഗുണങ്ങളുണ്ടായി എന്നും ജന്മാദികളില്ലാത്ത ഒരാൾക്ക് ജന്മങ്ങളും കർമ്മങ്ങളും ഉണ്ടായി എന്നും കേൾക്കുന്നത് വാസ്തവത്തിൽ യുക്തിക്ക് യോജിച്ചല്ല. ഇതെങ്ങനെ ശരിയാണ് എന്ന് വിതുരരെ ആദ്യത്തെ ഒരു ചോദ്യമായി ചോദിക്കാം. ന്യായമായിട്ടും ഭാരതത്തിലെ ഋഷീശ്വരന്മാർ എത്രയോ കാലങ്ങളായിട്ട് അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമാണിത്. ഇതെങ്ങനെ ശരിയാകും എന്നാണ് ചോദ്യം. ബ്രഹ്മൻ കഥം ഭഗവതശ്ചിന്മാത്രസ്യ അധികാരിണാം ലീലയാ ചാപിയുജ്യേരൻ നിർഗുണസ്യ ഗുണക്രിയാഹം ചിന്മാത്രസ്യ നിർഗുണസ്യ അവികാരിണഃ ഭഗവതഃ ലീലയാ ച അപി ഗുണാഃ ക്രിയാഃ കഥം യുജ്യേരൻ. ബ്രഹ്മൻ കഥം ഭഗവതശ്ചിന്മാത്രസ്യ വികാരിണാം ലീലയാ ചാപിയുജ്യേരൻ നിർഗുണസ്യ ഗുണക്രിയാഹം ബ്രഹ്മൻ കഥം ഭഗവതഃ ചിന്മാത്രസ്യ വികാരിണാം ലീലയാ ചാപിയുജ്യേരൻ നിർഗുണസ്യ ഗുണക്രിയാഹം ക്രീഡായാമുദ്യമോർഭസ്യ കാമശ്ചക്രീഡിഷാന്യതഃ സ്വതസ്തൃപ്തസ്യ ച കഥം നിവൃത്തസ്യ സദാന്യതഃ. ക്രീഡായാം ഉദ്യമോ അർഭസ്യ, ലീലയായിട്ടാണ് ഈ സൃഷ്ടിയും സ്ഥിതിയും സംഹാരങ്ങളും ഒക്കെ ഭഗവാൻ നടത്തുന്നുണ്ട് എന്നാണ് അങ്ങ് പറഞ്ഞു വെച്ചത്. അത് എങ്ങനെയെന്നാൽ കളിപ്പാട്ടം കൊണ്ട് കുട്ടികൾ കളിക്കുന്നത് പോലെ ഒരു ക്രീഡയാണ്. ഈ വിശ്വമാകുന്ന കളിപ്പാട്ടം, അതിലെ പാവകൾ പോലെയുള്ള എത്രയെത്ര ജീവജാലങ്ങൾ അവരെ സൃഷ്ടിച്ച് രക്ഷിച്ച് സംഹരിച്ചൊരു കളിയാണ്. കളിച്ച് തീരുമ്പോൾ കളി മതിയായി തോന്നിയാൽ കളിപ്പാട്ടം ഉപേക്ഷിച്ച് അകത്തേക്ക് കയറി പോകും കുട്ടി. ഇതാണല്ലോ കുട്ടികളുടെ കളിയുടെ സ്വഭാവം. അങ്ങനെയാണ് ഭഗവാൻ പ്രപഞ്ചം സൃഷ്ടിച്ചത് എന്ന് പറഞ്ഞതിലെ ഒരു ചേർച്ചക്കുറവുണ്ട്. കാരണം ക്രീഡായാം ഉദ്യമോ അർഭസ്യ, ക്രീഡായാം ക്രീഡയിൽ ഉദ്യമം പ്രയത്നം, അർഭസ്യം ച ശിശോഹു കുട്ടിക്ക്, അർഭൻ വെച്ചാൽ അർഭകൻ കുട്ടി, അർഭസ്യ കുട്ടിക്ക്, ശിശുവിന്. ഒരു ബാലൻ, ഒരു കുട്ടിക്ക് ക്രീഡയിൽ ഉത്സാഹമുണ്ടാകുന്നത് കാമഃ ചിക്രീഡിഷ അന്യതഃ, മറ്റൊരു കുട്ടിയുമായിട്ടുള്ള സംസർഗം കൊണ്ടാണ് കളിക്കണം എന്ന് കുട്ടിക്ക് തോന്നുക. ചിക്രീഡിഷ എന്ന് വെച്ചാൽ കളിക്കാനുള്ള ആഗ്രഹം. ക്രീഡിതും ഇച്ഛാ ചിക്രീഡിഷ. അത് അന്യതഃ, വേറൊരാൾ കൂടെ ഉള്ളപ്പോഴാണ്. ഒറ്റയ്ക്കുള്ള കുട്ടിക്ക് കളിക്കണം തോന്നാറില്ല. ഒരു കൂട്ടുകാരൻ കൂടെ ഉണ്ടെങ്കിൽ എന്തെങ്കിലും കളിക്കണം എന്ന് തോന്നും. ഇപ്പൊ മറ്റൊരാളുടെ അന്യതഃ, മറ്റൊരിടത്തു നിന്നും അന്യബാലന്മാരുമായിട്ടുള്ള
കൂടിച്ചേരൽ കൊണ്ടാണ് കുട്ടികൾക്ക് കളിക്കണം എന്നാഗ്രഹമുള്ളത്. അല്ലെങ്കിൽ സ്വതവേ ഉള്ളിൽ കളിക്കണം എന്ന ആഗ്രഹം ഉണ്ടാവാം. ഇതും കാരണമാണ്. സ്വതഃ തൃപ്തസ്യ, സ്വതഃ അവിടെ തന്നെത്താൻ കളിക്കണം എന്നുള്ള ആഗ്രഹത്തോടു കൂടിയവനുമായ കുട്ടികൾക്കാണ്. ഇത് രണ്ടും ഭഗവാനെ സംബന്ധിച്ച് ആവശ്യമില്ല. കാരണം അന്യതഃ നിവൃത്തസ്യ, മറ്റൊന്നിൽ നിന്നും നിവൃത്തനാണ് ഭഗവാൻ, നിത്യമുക്തനാണ് ഭഗവാൻ, മറ്റൊന്നിനോടും ചേർച്ചയില്ലാത്തവനാണ് ഭഗവാൻ. ഇനിയും കളിക്കണമെന്നുള്ള സ്വതസിദ്ധമായ ഒരു ആഗ്രഹവും ഉള്ളില്ല. കാരണം എന്താണ്? തൻ്റെ സ്വസ്വരൂപാനന്ദം കൊണ്ട് സംതൃപ്തനാണ്. പിന്നെ എന്തിനു കളിക്കണം? രണ്ടും വാസ്തവത്തിൽ ഭഗവാനിൽ ഇല്ലാത്തതാണ്. അപ്പൊ ഇവിടെ കളിക്കാൻ വേണ്ടിയാണ് ഈ സൃഷ്ടിസ്ഥിതിയാദികളായ വ്യാപാരങ്ങൾ സ്വീകരിച്ചത് എന്നുള്ളത് യുക്തിക്ക് ചേരുന്നല്ലോ. ഒരു കുട്ടി കളിക്കണമെങ്കിൽ ഒന്നുകിൽ കുട്ടിക്ക് സ്വയമേവ കളിക്കണം എന്ന് ആഗ്രഹം ഉണ്ടാകണം, അല്ലെങ്കിൽ കൂട്ടുകാരുണ്ടാകണം. ഭഗവാനെ സംബന്ധിച്ച് ഈ പ്രപഞ്ച സൃഷ്ടി എന്ന ലീലയിൽ സ്വതമായി സിദ്ധിക്കണമെന്നുള്ള ആഗ്രഹം ഉണ്ടായിട്ടല്ല, മറ്റൊരാളിൽ നിന്നും ഒരു സഹായം ഉണ്ടായിട്ട് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിക്കാം എന്നാഗ്രഹിച്ചിട്ടും അല്ല. ഇത് രണ്ടുമില്ല. കാരണം ഭഗവാൻ സ്വതസ്തപ്തനാണ്. അന്യതഃ നിവൃത്തസ്യസത, മറ്റൊന്നിൽ നിന്നും എപ്പോഴും നിവൃത്തനുമാണ് ഭഗവാൻ. അങ്ങനെയുള്ള ഭഗവാനെ കഥം, എങ്ങനെയാണ് സൃഷ്ടിയാദികളായ ക്രീഡകൾ ലീലകൾ ഉണ്ടായത് എന്നാണ് ചോദ്യം. ക്രീഡായാമുദ്യമോർഭവ്യ കാമശ്ച ക്രീഡിഷാന്യതാം സ്വതസ്തൃപ്തസ്യ കഥം നിവൃത്തസ്യ സദന്യതാം. ക്രീഡായാം ഉദ്യമഃ അർഭവ്യ ചിക്രീഡിഷാം അന്യതഃ കാമഃ സ്വതഃ തൃപ്തസ്യ സദാ അന്യതഃ നിവൃത്തസ്യ കഥം. ക്രീഡായാമുദ്യമോർഭവ്യ കാമശ്ച ക്രീഡിഷാന്യതാം സ്വതസ്തൃപ്തസ്യ കഥം നിവൃത്തസ്യ സദന്യതാം. ക്രീഡായാമുദ്യമോർഭവ്യ കാമശ്ച ക്രീഡിഷാന്യതാം സ്വതസ്തൃപ്തസ്യ കഥം നിവൃത്തസ്യ സദന്യതാം. അസ്രാക്ഷീത് ഭഗവാൻ വിശ്വം ഗുണമയ്യാത്മമായയാ തയാ സംസ്ഥാപയത്യേതത് ഭൂയ പ്രത്യഭിധസ്യതി. അസ്രാക്ഷീത് സൃഷ്ടിച്ചു ഭഗവാൻ വിശ്വം, ഭഗവാൻ വിശ്വത്തെ സൃഷ്ടിച്ചു. ഗുണമയ്യ ആത്മമായ, ഗുണസ്വരൂപിണിയായ തൻ്റെ മായ കൊണ്ടാണ് ഭഗവാൻ ഈ ലോകത്തെ സൃഷ്ടിച്ചത്. തയാ, അതുകൊണ്ട്, ആ മായാശക്തി കൊണ്ട് സംസ്ഥാപയതി ഏതത്, ഇതിനെ നിലനിർത്തുന്നു. ഏതത് സംസ്ഥാപയതി, ഇതിനെ സ്ഥാപിക്കപ്പെടുന്നു, നിലനിർത്തുന്നു. ഭൂയഃ പ്രത്യഭിധാസ്യതി, വീണ്ടും അതിനെ ലയിപ്പിക്കുന്നു, സംഹരിക്കുന്നു. പ്രത്യഭിധാസ്യതി, മറവ് മാറ്റിയിട്ട് അതിനെ തൻ്റെ ഉള്ളിലേക്ക് ചേർത്തുന്നു. സർവേശ്വരൻ വാസ്തവത്തിലെ തത്വാദികളായ ഗുണങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന മായാശക്തിയെ പ്രകാശിപ്പിച്ചിട്ട് അതിനെ കൊണ്ടാണ് ചരാചരാത്മകമായ പ്രപഞ്ചം സൃഷ്ടിക്കുകയും നിലനിർത്തുകയും സംഹരിക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് ഭഗവാൻ നേരിട്ടല്ല ഈ സൃഷ്ടി ചെയ്യുന്നത്, മായയിലൂടെയാണ് സൃഷ്ടി ചെയ്യുന്നത്. കാര്യങ്ങളായ ഈ പ്രപഞ്ചത്തെ മുഴുവനും വെളിച്ചത്ത് കൊണ്ടുവന്നിട്ട് അതിനെ കുറച്ചുനാൾ നിലനിർത്തിയിട്ട് അതിനെ തൻ്റെ ഉള്ളിലേക്ക് സംഹരിക്കുകയാണ് ഭഗവാൻ ചെയ്യുന്നത്. അല്ലാതെ ഭഗവാൻ നേരിട്ടല്ല ഈ സൃഷ്ടികൾ ചെയ്തത്, മായയെ ആശ്രയിച്ചിട്ടാണ്. അപ്രാക്ഷിത് ഭഗവാൻ വിശ്വം ഗുണമയ്യാത്മമായ തയാ സംസ്ഥാപയത്യേതത് ഭൂയ പ്രത്യഭിധസ്യതി. ഗുണമയ്യ ആത്മമായ ഏതത് വിശ്വം ഭഗവാൻ അസാക്ഷി തയാ സംസ്ഥാപയതി ഭൂയഃ പ്രത്യഭിധസ്യതി.
അഫ്രാക്ഷീത് ഭഗവാൻ വിശ്വം ഗുണമയ്യാത്മമായാം തയാ സംസ്ഥാപയത്യേതത് ഭൂയ പ്രത്യഭിധാസ്യതി. അഫ്രാക്ഷീത് ഭഗവാൻ വിശ്വം ഗുണമയ്യാത്മമായയാ തയാ സംസ്ഥാപയത്യേതത് ഭൂയ പ്രത്യഭിധാസ്യതി. ദേശതക്കാലതോ യോഭാവസ്ഥാതസ്വതോന്യതാം അവിരുക്താവബോധാത്മാ സയുജ്യേത അജയാ കഥം. ദേശതഃ ദേശം കൊണ്ടോ, കാലതഃ കാലം കൊണ്ടോ, യഹ യാതൊരുവൻ, അവസ്ഥാതഃ അവസ്ഥ കൊണ്ടോ, നിലനിൽപ്പ് കൊണ്ടോ, സ്വതോ അന്യതഃ സ്വതഃ തന്നെത്താനായിട്ടോ, അന്യതഃ മറ്റൊന്നിനോടുള്ള ബന്ധം കൊണ്ടോ, ദേശതഃ കാലതഃ അവസ്ഥാതഃ സ്വതഃ അന്യതഃ ദേശം കൊണ്ടോ, കാലം കൊണ്ടോ, അവസ്ഥിതി കൊണ്ടോ, സ്വതസിദ്ധമായ കഴിവുകൊണ്ടോ, മറ്റൊന്നിനെ ആശ്രയിച്ചതുകൊണ്ടോ, അവിലുപ്ത അവബോധാത്മാ അവിലുപ്തമായ ലോപിച്ചു പോകാത്ത നശിച്ചു പോകാത്ത അറിവാകുന്ന സ്വരൂപത്തോടു കൂടിയവൻ. അവിലുപ്ത അവബോധ ആത്മാ ഒരിക്കലും നഷ്ടപ്പെടാത്ത ആത്മജ്ഞാന സ്വരൂപത്തോടു കൂടിയവനായ ആ ഭഗവാൻ യുജ്യേത അജയ കഥ. അജയ മായയോട് കഥം യുജ്യേത എങ്ങനെ യോജിക്കാൻ പറ്റും എന്നത്. എന്തിനാണ് ഭഗവാൻ മായയെ ആശ്രയിച്ചത്? നേരിട്ട് സൃഷ്ടിച്ചുകൂടാൻ. ഗുണമയിയായ ആ മായയെ പ്രാപിച്ചിട്ടാണ് സൃഷ്ടിച്ചത്. എന്തിന് അങ്ങനെ ഒരു മായാബന്ധത്തെ ഉണ്ടാക്കിയെടുത്തു? ഒന്നിനോട് ഒരു ബന്ധവുമില്ലാത്ത ഭഗവാന് മായയോട് മാത്രം എങ്ങനെ ബന്ധം ഉണ്ടാകും? ഇത് ശരിയാണ്. മായയെ ജയിക്കുന്ന ജ്ഞാനസ്വരൂപനാണ് ഭഗവാൻ. ജ്ഞാനസ്വരൂപനായ ഭഗവാന് അജ്ഞാനത്തിന്റെ പ്രതീകമായ മായയോട് എങ്ങനെ ബന്ധമുണ്ടാകും? ഇത് യോജിക്കുന്നില്ലല്ലോ ഈ പ്രസ്താവന. ജ്ഞാനത്തിന് നാശം സംഭവിക്കാവുന്ന 4-5 ഘടകങ്ങളാണ് ദേശം കൊണ്ടോ, കാലം കൊണ്ടോ, അവസ്ഥ കൊണ്ടോ, സ്വതസിദ്ധമായോ, മറ്റൊരു ബന്ധം കൊണ്ടോ. ഈ 5 സംഗതികൾ കൊണ്ട് ജ്ഞാനം നശിക്കാവുന്നതാണ്. ഇതിൽ ഒരുവിധമായ സംബന്ധവുമില്ലാത്തവനാണ് ഭഗവാൻ. ദേശത്തിന് അപ്പുറത്താണ്, കാലത്തിനപ്പുറത്താണ്. ദേശകാല അവധിഭ്യം നിർമുക്തം എന്ന് നാരായണീയത്തിൽ പറയും. അതേപോലെ ഒരിടത്ത് സ്ഥിതി ചെയ്യുന്നു എന്നുള്ള സ്ഥിതിയില്ല, എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുകയാണ്. പിന്നെ സ്വതവേ തന്നെത്താൻ, സ്വതവേ ഉണ്ടാകാവുന്ന ഒരു ഉദാസീനത, അതുകൊണ്ടുമല്ല. മറ്റൊന്നുമായി ഒരു ബന്ധവും ഭഗവാനില്ല. അങ്ങനെ ബന്ധമില്ലാത്തത് കൊണ്ട് അതുകൊണ്ടും ഭഗവാന് ഈ സൃഷ്ടി എങ്ങനെ ഉണ്ടാക്കാൻ പറ്റും? മായയുമായിട്ട് എങ്ങനെ ബന്ധം ഉണ്ടാക്കാൻ പറ്റി? ദേശതക്കാലതോയോസൗ അവസ്ഥാതസ്വതോന്യതാം അവിലുപ്താവബോധാത്മാ സയുജ്യേതാജയാ കഥം. ദേശതകാലതഃ അവസ്ഥാതഃ സ്വതഃ അന്യതഃ യഹ അസൗ അവിലുപ്താത്മ അവബോധാത്മാ സഹ അജയ കഥം യുജ്യേത. ദേശതകാലതയോസൗ അവസ്ഥാതസ്വതോന്യതാം അവിലുപ്താവബോധാത്മാ സയുജ്യേതാജയാ കഥം. ദേശതകാലതയോസൗ അവസ്ഥാതസ്വതോന്യതാം അവിലുപ്താവബോധാത്മാ സയുജ്യേതാജയാ കഥം. ഭഗവാൻ ഏകേവൈഷ സർവക്ഷേത്രേഷ്വസ്ഥിതാം അമുഷ്യ ദുർഭഗത്വം വാ ക്ലേശോ വാം കർമ്മഭിക്കുതാം. ഭഗവാൻ ഏകഃ ഏവ. ഭഗവാൻ ഒന്നു മാത്രമാണ്. സർവശരീരങ്ങളും ജീവാത്മസ്വരൂപത്തിൽ വിളങ്ങുന്നത് ഏകനായ ഭഗവാൻ മാത്രമാണ്.
ഭഗവാൻ ഏക ഏവ ഏഷ സർവക്ഷേത്രേഷു അവസ്ഥിതഃ. എല്ലാ ശരീരങ്ങളും സ്ഥിതി ചെയ്യുന്നു. ഒരു ക്ഷേത്രത്തിന് ശരീരം എന്നാണ് അർത്ഥം. സർവക്ഷേത്രേഷു എല്ലാ ശരീരങ്ങളിലും അവസ്ഥിതഃ സ്ഥിതി ചെയ്യുന്നവനാണ് ഭഗവാൻ. ഒറ്റ ഒരാളേ ഉള്ളൂ, ഒറ്റയ്ക്കാണ്, പക്ഷെ എല്ലാ ശരീരങ്ങളിലും ഒരേപോലെ സ്ഥിതി ചെയ്യുന്നവനാണ്. അമുഷ്യ ഇവന് ദുർഭഗത്വം വാ ക്ലേശുവ. ദുർഭഗത്വം ഭാഗ്യമില്ലായ്മ, അല്ലെങ്കിൽ ക്ലേശുവ ക്ലേശമുണ്ടാവുക, അല്ലെങ്കിൽ കർമ്മഭിഹി കർമ്മം കൊണ്ടുണ്ടാകാവുന്ന ക്ലേശം. അതൊക്കെ കുതഹ എങ്ങനെയുണ്ടാകും? സ്വരൂപാനന്ദത്തിൽ നിറഞ്ഞു നിൽക്കുന്നവനായ ഭഗവാന് ഭാഗ്യദോഷം ഉണ്ടാകുമോ? കർമ്മദോഷം ഉണ്ടാകുമോ? എന്തെങ്കിലും ക്ലേശം ഉണ്ടാകുമോ? ഇതൊന്നും ഉണ്ടാവില്ലല്ലോ. ഇതൊക്കെ എങ്ങനെ ഉണ്ടാകാൻ പറ്റും ഭഗവാന്? മായയുമായുള്ള ഗുണബന്ധം കൊണ്ടാണ് ഭഗവാൻ ഉണ്ടായത് എങ്കിൽ ഇത് ഭഗവാനെ ബാധിക്കില്ലല്ലോ, മായയല്ലേ ബാധിക്കുള്ളൂ. ഭഗവാനേകേവൈഷ സർവക്ഷേത്രേഷ്വവസ്ഥിതാം അമുഷ്യ ദുർഭഗത്വം വാ ക്ലേശോ വാ കർമ്മഭിക്കുതാം. ഏകഃ ഏഷഃ ഏവ സർവക്ഷേത്രേഷു അവസ്ഥിതഃ അമുഷ്യ ദുർഭഗത്വം വാ കർമ്മഭിക്ലേശഃ വാ കുതഃ. ഭഗവാനേകേവൈഷ സർവക്ഷേത്രേഷ്വവസ്ഥിതാം അമുഷ്യ ദുർഭഗത്വം വാ ക്ലേശോ വാ കർമ്മഭിക്കുതാം. ഭഗവാനേകേവൈഷ സർവക്ഷേത്രേഷ്വവസ്ഥിതാം അമുഷ്യ ദുർഭഗത്വം വാ ക്ലേശോ വാ കർമ്മഭിക്കുതാം. ഏതസ്മിന്മേ മനോ വിദ്വൻ ഭിദ്യതേ അജ്ഞാനസങ്കടേ തന്ന പരാണുത വിഭോ കശ്മലം മാനസം മഹത്ത്. ഏതസ്മിന്മേ മന ഇതിലാണ് എൻ്റെ മനസ്സ്. ഹേ വിദ്വൻ സംബോധനയാണ്, എല്ലാം അറിയുന്നവനെ. ഖിദ്യതേ ഏതസ്മിന്മേ മനോ ഖിദ്യതേ ഈ വിഷയത്തിൽ എൻ്റെ മനസ്സ് അങ്ങനെ ഖേദിക്കുകയാണ്. അജ്ഞാനസങ്കടേ അജ്ഞാനരൂപമായ ഈ സങ്കടത്തിൽ എൻ്റെ മനസ്സ് ഖേദിക്കും. അജ്ഞാനസങ്കടേ ഏതസ്മിന്മേ മനു ഖിദ്യതേ. തത് നഹ തന്ന രണ്ട് വാക്കാണ്. തത് അതുകൊണ്ട്, നഹ ഞങ്ങളുടെ എന്നത്. അത് കൂട്ടിച്ചേർക്കുമ്പോൾ തന്ന എന്നൊന്നിച്ച് പറയും, പക്ഷെ അർത്ഥം രണ്ടാണ്. തത് അതുകൊണ്ട്, നഹ ഞങ്ങളുടെ, ഹേ വിഭോ മാനസം മഹത് കശ്മലം മനസ്സിലുണ്ടായ വലുതായ ഈ കശ്മലത്വത്തെ, കളങ്കത്തെ പരാണുത തുടച്ചു കളഞ്ഞാൽ, നശിപ്പിച്ചു കളഞ്ഞു. ഈശ്വരന്റെ നില ഒരിടത്ത്, ജീവന്റെ നില മറ്റൊരിടത്ത്. രണ്ടും പരസ്പര വിരുദ്ധങ്ങളായി നിൽക്കുന്നതാണ്. അതുകൊണ്ടാണ് സംശയം, എങ്ങനെ പരമാത്മചൈതന്യ സ്വരൂപനായ ഭഗവാൻ ജീവാത്മസ്വരൂപത്തിലേക്ക് പരിണമിച്ച് ഈ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളൊക്കെ ചെയ്യുന്നു എന്നുള്ളത് എനിക്ക് എൻ്റെ മനസ്സിനെ ഏറ്റവും അധികം വേദനിപ്പിക്കുക മഹത്തായ ഒരു ജ്ഞാനസങ്കടമാണ്, അറിവിൻ്റെ സങ്കടമാണ്. ആ അറിവ് ലഭിക്കാത്തത് കൊണ്ടുണ്ടാകുന്ന സങ്കടമാണ് ജ്ഞാനസങ്കടം. നമുക്കതുണ്ടാവാറില്ല. നമുക്ക് മറ്റ് സങ്കടങ്ങൾ ധാരാളം ഉണ്ടാകും, ജ്ഞാനസങ്കടം മാത്രം ഒരിക്കലും ഉണ്ടാവാറില്ല. പക്ഷെ വിതുരർ പറയുന്നത്, എനിക്ക് ഈ ജ്ഞാനസങ്കടമാകുന്ന ഈ അവസ്ഥയിൽ എൻ്റെ മനസ്സിനുണ്ടായ മഹത്തായ മാലിന്യത്തെ പരാണുത തുടച്ചു മാറ്റിക്കളയൂ, നശിപ്പിച്ചു കളയൂ, നീക്കം ചെയ്യണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ചോദ്യം ഉപസംഹരിച്ചു. ഇതാണ് വാസ്തവത്തിൽ വിതുരർ ചെയ്ത ചോദ്യങ്ങൾ. ഒന്ന്, എങ്ങനെയാണ് നിർഗുണനായ ഭഗവാന് രൂപമുണ്ടായത്? എങ്ങനെയാണ് അവികാരിയായ ഭഗവാന് വികാരങ്ങൾ, മാറ്റങ്ങൾ ഉണ്ടാകുന്നത്?
ചിന്മാത്രനായ ഭഗവാൻ ലീലയായിട്ട് പോലും ഗുണത്തെ സ്വീകരിക്കാൻ പറ്റില്ലല്ലോ. ഇതെങ്ങനെ ചേരും? ഒന്നാമത്തെ ചോദ്യം. രണ്ട്, ഒരു കുട്ടിയെ പോലെ കളിക്കുന്നു എന്ന് പറഞ്ഞതിൽ ശരിയല്ല. കുട്ടിക്ക് കളിക്കാൻ ഒന്നുകിൽ കൂട്ടുകാരെ അല്ലെങ്കിൽ സ്വയം പ്രചോദനം, ഇത് രണ്ടും ഭഗവാൻ ആശ്രയം. പക്ഷേ അങ്ങ് ഭഗവാൻ ഗുണമയമായ തൻ്റെ ഗുണത്തെ കൊണ്ട് പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് രക്ഷിച്ചു സമ്മതിക്കുന്നു. ദേശവുമായിട്ടോ കാലമായിട്ടോ ഒന്നുമായിട്ടോ ഒരു ബന്ധവുമില്ലാത്ത ഭഗവാന് എങ്ങനെ മായയുമായിട്ട് ബന്ധമുണ്ടാക്കാൻ പറ്റുന്നു? ഇത് ചേരുന്നതല്ലോ. ഏകനായ ഭഗവാൻ എങ്ങനെയാണ് എല്ലാ ജീവജാലങ്ങളിലും മനുഷ്യരിലും എല്ലാ മനുഷ്യരിലും തൻ്റെ ശരീരം കൊണ്ട് കുടികൊള്ളുന്നത്? എന്നിട്ട് ആ ശരീരത്തിലുള്ള ഭാഗ്യഹീനതയും ക്ലേശവും ഒക്കെ എങ്ങനെ അനുഭവിക്കാൻ പറ്റും? ഇത് ചേരുന്നില്ല. ഇത് ഈ എൻ്റെ മനസ്സങ്കടത്തെ, ഈ വിജ്ഞാന സങ്കടത്തെ തുളച്ചു മാറ്റി തരണമേ എന്ന് പ്രാർത്ഥിച്ചു. ഏതസ്മിന്മേ മനോവിദ്വൻ ഖിദ്യതേ ജ്ഞാനസങ്കടേ തന്നപ്പരാണുത വിഭോ കശ്മരം മാനസംമഹത്. ഹേ വിദ്വൻ, ഏതസ്മിൻ അജ്ഞാനസങ്കടേ മേ മനഃ ഖിദ്യതി വിഭോ നഹ മഹത് മാനസം തത് കശ്മരം പരാണുത. ഏതസ്മിന്മേ മനോവിദ്വൻ ഖിദ്യതേ ജ്ഞാനസങ്കടേ തന്നപ്പരാണുത വിഭോ കശ്മരം മാനസം മഹത്. ഏതസ്മിന്മേ മനോവിദ്വൻ ഖിദ്യതേ ജ്ഞാനസങ്കടേ തന്നപ്പരാണുത വിഭോ കശ്മരം മാനസം മഹത്. ഇത്രയുമാണ് വിദുരർ മൈത്രേയ മഹർഷിയോട് രണ്ടാമത് ചോദിക്കുന്ന ചോദ്യങ്ങൾ. അപ്പൊ ശുകൻ ഇടയ്ക്ക് എഴുതി പറഞ്ഞു, ഫൈദ്ധം ചോദിതക്ഷത്താതത്വജിജ്ഞാസുനാമുനി പ്രത്യാഹ ഭഗവത്മയന്നിവ ഗതസ്മയാം. യുദ്ധം ചോദിത ക്ഷത്ര, ഇങ്ങനെ വിതുരനാൽ പ്രചോദിപ്പിക്കപ്പെട്ടവനായ ക്ഷത്രാവിനാൽ പ്രചോദിപ്പിക്കപ്പെട്ടവനായ ആ മൈത്രേയൻ തത്വജിജ്ഞാസുന ക്ഷത്താവ് എന്ന് വെച്ചാൽ വിതുരർ എന്നർത്ഥം. തത്വജിജ്ഞാസുവായ വിതുരരാൽ ഇപ്രകാരം ചോദിക്കപ്പെട്ടപ്പോൾ ആ മുനി പ്രത്യാഹ മറുപടി പറഞ്ഞു. ഭഗവച്ചിത്ത, ഭഗവാനിൽ അർപ്പിക്കപ്പെട്ട മനസ്സോടെ മറുപടി പറഞ്ഞു. ഭഗവച്ചിത്ത പ്രത്യാഹ, ഭഗവാനിൽ ചിത്തമുറപ്പിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു. സ്മയന്നിവ, ഒന്ന് പുഞ്ചിരിക്കുന്നവനെ പോലെ. ഗതസ്മയ, രണ്ടാമത്തെ സ്മയത്തിന് ഗർവ് അഹങ്കാരം എന്ന്. ആശ്ചര്യം, അത്ഭുതം, വിസ്മയം എന്നൊക്കെയുള്ള വാക്ക് നമ്മൾ കേട്ടിട്ടുണ്ട്. ഗതസ്മയ, ആശ്ചര്യമില്ലാത്തവനായിട്ട് ഗർവില്ലാത്തവനായിട്ട് ഒന്ന് പുഞ്ചിരിക്കുന്നവനെ പോലെ ഈ മൈത്രേയ മുനി വിതുരരോട് മറുപടി പറയാൻ ആരംഭിച്ചു. ഇത്തം ചോദിതക്ഷത്രാതത്വജിജ്ഞാസുനാ മുനി പ്രത്യാഹ ഭഗവച്ചിത്തസ്മയന്നിപഗതസ്മയാം. തത്വജിജ്ഞാസുനാ ക്ഷത്ര ഇത്തം ചോദിതഃ സ്വമുനിഃ ഭഗവച്ചിത്തഃ ഗതസ്മയഃ സ്മയൻ ഇവ പ്രത്യാഹ. ഫൈത്തം ചോദിതാ ക്ഷത്രാ തത്വജിജ്ഞാസുനാ മുനി പ്രത്യാഹ ഭഗവച്ചിത്തസ്മയന്നിപഗതസ്മയാം. ഫൈത്തം ചോദിതക്ഷത്രാ തത്വജിജ്ഞാസുനാ മുനി പ്രത്യാഹ ഭഗവച്ചിത്തസ്മയന്നിപഗതസ്മയാം. മൈത്രേയവാൻ. ഇനി മൈത്രേയന്റെ മറുപടി. ഈ 2-3 ഗഹനങ്ങളായ അറിയേണ്ടതായ ജിജ്ഞാസയോടുകൂടി കാത്തിരിക്കുന്ന ഈ 5 ചോദ്യങ്ങൾക്ക് ഈ മറുപടിയായിട്ട് മൈത്രേയൻ പറയാൻ ആരംഭിച്ചു. ഫേയം ഭഗവതോ മായാം എന്ന ഏന വിരുദ്ധ്യതേ ഈശ്വരസ്യ വിമുക്തസ്യ ആത്മീയമുദബന്ധനം. പായം മായ, ആ ഈ മായ ഉണ്ടല്ലോ, ഇത്രയും നേരം പറഞ്ഞ ഈ മായ ഭഗവതോ മായ, ഭഗവാന്റെ ഈ മായ, അത് യത് നയേന വിരുദ്ധ്യത, അത്
നയേന, ഇവിടെ നയം എന്നുള്ള തർക്കിക്കുന്ന യുക്തി, വിചാരപരമായ ചിന്ത, അതാണ് ഇവിടെ നയം. താർക്കിക ബുദ്ധിക്ക് അങ്ങനെയാ പറയുക. അപ്പൊ ഇങ്ങനെയുള്ള ഏത് നയേന വിരുദ്ധ്യത, താർക്കിക യുക്തിക്ക് വിരോധമായി ഭവിക്കുന്നത് യാതൊന്നാണോ ആ മായ ഭഗവാന്റെ ഇച്ഛാശക്തിയാണ്. ഈശ്വരസ്യ വിമുക്തസ്യ, വിമുക്തനായ ഈശ്വരനെ കാർപ്പണ്യം ഉത ബന്ധനം, കാർപ്പണ്യം കൃപണത അല്ലെങ്കിൽ ദൈന്യത ദീനത, വിമുക്തനായ ഭഗവാന് അല്ലെങ്കിൽ ബന്ധനം, ഇത് രണ്ടും യുക്തിക്ക് ചേരുന്നതല്ല. വിമുക്തസ്യ ഈശ്വരസ്യ ബന്ധനം, ഈശ്വരൻ വിമുക്തനാണ്, ഒന്നിനോടും ബന്ധമില്ലാത്തവനാണ്. അങ്ങനെയുള്ള ഭഗവാന് മായയോട് ബന്ധമുണ്ടായി എന്ന് പറഞ്ഞത്, അതേപോലെ ഭഗവാൻ കാർപ്പണ്യമുണ്ടായി എന്ന് പറഞ്ഞത്, ഇത് രണ്ടും ഏത് നയേന വിരുദ്ധ്യത, നയവുമായിട്ട് വിരുദ്ധമാണ്, യോജിക്കാത്തതാണ്. വികാരമില്ലാത്തവനാണ്, നിർഗുണനാണ് ഭഗവാൻ എന്ന് പറഞ്ഞു. സ്വത്തവേ സംതൃപ്തനാണ് ഭഗവാൻ. ഭഗവാനെ തൃപ്തിപ്പെടുത്താൻ മറ്റൊരാൾക്കുണ്ട് മറ്റു വസ്തു കൊണ്ടാവില്ല. ഏകാകിയാണ് ഭഗവാൻ, ഒറ്റയ്ക്ക് നിൽക്കുന്നത്. ഇതൊക്കെയാണ് മുമ്പ് പറഞ്ഞത്. അങ്ങനെയുള്ള ഭഗവാനെ ഈ അജ്ഞാനസ്വരൂപമായ മായയോടുള്ള ബന്ധം ഭഗവാന്റെ അംശമായ ആ ഒരു ജീവന് സ്വരൂപാനന്ദം നഷ്ടപ്പെട്ടതുകൊണ്ട് ഉണ്ടാകുന്ന ദൈന്യത, ബന്ധനം, ഇതൊക്കെ ഒന്നിനൊന്ന് വിരുദ്ധമായിട്ടുള്ളത് എങ്ങനെ ഭഗവാനിൽ സംഭവിക്കും? ജീവാത്മാക്കളാവാം. കാരണം ജീവാത്മാക്കൾ എല്ലാത്തിനോടും ബന്ധപ്പെട്ടിരിക്കുന്നത്. പക്ഷെ ഭഗവാൻ ഇതെങ്ങനെ ചേരും? ഇതൊക്കെ എന്താ തർക്കയുക്തി കൊണ്ട് ഘടിപ്പിക്കാൻ പറ്റുന്നതല്ല. കാരണം ഇങ്ങനെയുള്ള വിരുദ്ധ സംഗതികളുടെ അന്യോന്യ ഘടനയാണ് മായ. അതന്നെ വിരുദ്ധങ്ങളായ വസ്തുക്കളെ ഘടിപ്പിക്കലാണ് മായയുടെ സ്വഭാവം. അഘടന ഘടന പടീയഫി മായ എന്ന് ശങ്കരാചാര്യ സ്വാമികൾ മായയെക്കുറിച്ചിട്ട് നിർവചനം പറയും. അത്ര യുക്തമാണ്. അഘടന ഘടനാ പടീയഫി, ചേരാത്തതിനെ ചേർക്കുന്നതിൽ സാമർഥ്യമുള്ളവളാണ് മായ. ചേരാത്ത വസ്തുക്കളെ തമ്മിൽ ചേർക്കൽ മായയുടെ സ്വരൂപമാണ്. നിർഗുണനായ ഭഗവാന് ഗുണവുമായി സംബന്ധമുണ്ട് എന്ന് തോന്നിക്കുന്നത് മായ കൊണ്ടാണ്. മായയുടെ സ്വഭാവം എന്താണ്? അഘടന ഘടന പടിയിൽ, ചേരാത്തതിനെ ചേർക്കുക എന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് ഭഗവാന്റെ ഇച്ഛയാണ് മായയുടെ വിലാസം. അതാണ് എല്ലാത്തിനും കാരണം. യുക്തിക്ക് വിരോധമില്ലാതെ ചേർക്കാവുന്ന സംഗതികളെ ചേർത്ത് ഇങ്ങനെ മായ പ്രവർത്തിക്കുന്നതിൽ ആശ്ചര്യപ്പെടാനില്ല. അത് വിരുദ്ധമാണെന്ന് നമ്മളുടെ ബുദ്ധിക്കാണ് തോന്നുക. ഈശ്വരേച്ഛയാണ് ഇവിടെ ഏറ്റവും വലിയ തെളിവ്, ശക്തി, മഹിമ. ആ ഈശ്വരേച്ഛയുടെ വിലാസമാണ് വാസ്തവത്തിൽ മായയുടെ കളി മുഴുവൻ. അതുകൊണ്ട് ജനനമില്ലാത്ത ഭഗവാൻ ജനിച്ചു എന്നുള്ളത് മായ കൊണ്ട് തോന്നിക്കലാണ്. അഘടന ഘടന പടീയസി, വിരുദ്ധങ്ങളെ കൂട്ടിച്ചേർക്കൽ മായയുടെ സ്വഭാവം. നമുക്ക് മായയെക്കുറിച്ച് നല്ല സുവ്യക്തമായ മറുപടിയാണ് ഭഗവത് നമുക്ക്. എത്രയോ കാലം മായ 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 എന്ന് കേട്ട് അതെന്നും ഉച്ചരിച്ച് പഠിച്ചു നടക്കുന്ന നമ്മൾക്ക് എന്താണ് ഈ മായ എന്ന് മൈത്രേയ മഹർഷി വിതുരരോട് വ്യക്തമാക്കി കൊടുക്കുകയാണ്. ചേരാത്ത വസ്തുക്കളെ കൂട്ടിച്ചേർക്കുന്നതിനാണ് മായ എന്ന് പേര്.
ഫേയം ഭഗവതോ മായ എന്ന ഏന വിരുദ്ധ്യതേ ഈശ്വരസ്യ വിമുക്തസ്യ കാർപ്പണ്യമുദബന്ധനം. വിമുക്തസ്യ ഈശ്വരസ്യ കാർപ്പണ്യം ബന്ധനം ഉദ നയേന വിരുദ്ധ്യതേ യത് ഫായം ഭഗവതഃ മായ. ഇതിനെയാണ് ഭഗവാന്റെ മായ എന്ന് വിളിക്കുന്നത്. ഫേയം ഭഗവതോ മായ എന്ന ഏന വിരുദ്ധ്യതേ ഈശ്വരസ്യ വിമുക്തസ്യ കാർപ്പണ്യമുദബന്ധനം. ഫേയം ഭഗവതോ മായ എന്ന ഏന വിരുദ്ധ്യതേ ഈശ്വരസ്യ വിമുക്തസ്യ കാർപ്പണ്യമുദബന്ധനം. യദർത്ഥേന വിനാ അമുഷ്യവും സ ആത്മവിഭജ്യ പ്രതീയത ഉപദ്രഷ്ടുച്ഛേദനാദികം. അതൊന്നുകൂടി തെളിയിക്കുകയാണ്. യത് അർത്ഥേന വിന, അർത്ഥത്തോട് കൂടാതെ, പരമാർത്ഥത്തോട് കൂടാതെ തന്നെ അമുഷ്യവും സഹ ഈ പുരുഷന്, ഈ ജീവാത്മാവിന് ആത്മവിപര്യ തൻ്റെ തന്നെ ആത്മാവിൽ വിപര്യം ഉണ്ടാകും, വിപരീതാവസ്ഥ ഉണ്ടാകും. ഇങ്ങനെ ജീവിച്ചു കഴിയുന്ന ഒരു മനുഷ്യന് ജീവിതത്തിൻ്റെ ഇടയിൽ തൻ്റെ ചിന്തയ്ക്കും തൻ്റെ സ്വഭാവത്തിനും വിപരീതമായ അവസ്ഥ അനുഭവിക്കേണ്ടി വരാറില്ലേ? ഉണ്ടല്ലോ. ഇതിന് പിന്നെ ഭഗവാനിൽ എന്തിനും ചോദിക്കുന്നു? നമ്മിൽ അങ്ങനെയല്ലേ? വിരുദ്ധങ്ങളായ എത്ര കാര്യങ്ങളാണ് നമ്മിൽ നടക്കുക. അത് പ്രതീയതയെ കാണപ്പെടുന്നു. ഉപദ്രഷ്ടു സ്വപ്നം കാണുന്നത്. ഉപദ്രഷ്ടാവെന്ന് വെച്ചാൽ സ്വപ്നം കാണുന്നത്. ഉപബോധ മനസ്സിൽ നിന്നും ഉണ്ടാകുന്നതിന്റെ പേരാണ് സ്വപ്നം എന്നുള്ളത് കൊണ്ട് ഉപദ്രഷ്ടു സ്വപ്നദ്രഷ്ടാവിന് ശിരച്ഛേദനാധികം സ്വന്തം ശിരസ് മുറിക്കുന്നത് ആദിയായവകൾ പ്രതീയതയെ കാണപ്പെടുന്നില്ലേ? ഉറങ്ങിക്കിടക്കുന്ന ഒരാള് സ്വപ്നം കാണുമ്പോൾ തൻ്റെ ശിരസ് ആരോ മുറിച്ചു മാറ്റി വെച്ചിരിക്കുന്നു എന്ന് കാണാറില്ലേ? ഘടന പടിയഫി ഇതെങ്ങനെ കാണാൻ പറ്റും? ജീവിച്ച് ഇരിക്കുന്ന ഒരാൾ, ജാഗ്രതത്തിലും സ്വപ്നത്തിലേക്ക് കടന്ന ഒരാൾ ആ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തൻ്റെ കയ്യ്, കാല്, ശിരസ് ഒക്കെ ആരോ മുറിച്ച് വേർപെടുത്തി മാറ്റി വെച്ചിരിക്കുന്നു എന്ന് കാണാൻ സാധിക്കില്ലേ? ഇത് വാസ്തവമാണോ? അതെ, സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്ന അത്രയും സമയം വാസ്തവമാണ്. ഉണരുമ്പോഴേ മനസ്സിലാവൂ എനിക്ക് കഴുത്തിനൊരു കുഴപ്പമില്ല, ദാ ഞാൻ ഈ ഉറങ്ങുന്ന കട്ടിൽ തലയണയുടെ മുകളിൽ കഴുത്തിരിപ്പുണ്ട്, ഇതാരും മുറിച്ച് മാറ്റിയിട്ടില്ല. ഇത് എങ്ങനെ ഉണ്ടാകും? ഇതൊരു ഭ്രാന്തിയാണ്, ഇതൊരു കൽപ്പനയാണ്. ഇല്ലാത്തതിനെ ഉണ്ടെന്ന് തോന്നിക്കുന്നതാണ് ഈ ഭ്രാന്തി അല്ലെങ്കിൽ കൽപ്പന. പരമാർത്ഥത്തിൽ ജീവന് ജന്മമരണാദികളായ ബന്ധനക്ലേശങ്ങൾ ഇല്ലാത്തത് തന്നെയാണ്. ഉണ്ടെന്ന് തോന്നുന്നത് ഒരു ഭ്രാന്തി കൊണ്ടാണ്. ആത്മാനന്ദ സ്വരൂപനായ ജീവന് ദുഃഖം ഉണ്ടാവില്ല. ഈശ്വരന്റെ അംശമാണ് ഈ ജീവൻ. ജീവന് ജന്മമോ മരണമോ സത്യമായും ഉണ്ടാകുന്നില്ല. ഉണ്ടാകുന്നുണ്ട്, അത് സത്യമല്ല. ഉണ്ടെന്ന് തോന്നുന്ന ഒരു മിഥ്യയാണ് സ്വപ്നം പോലെ. ദേഹ ഇന്ദ്രിയ അന്ധക്കരണങ്ങളോട്, ദേഹത്തിനോട്, ഇന്ദ്രിയങ്ങളോട്, അന്ധക്കരണങ്ങളോട് ഒരു താതാത്മ്യമുള്ളത് കൊണ്ട്, കൂടിച്ചേരലുള്ളത് കൊണ്ട് ഒരു ഭ്രാന്തി അനുഭവിക്കാം. ജീവന് മനസ്സുമായി ബന്ധമുണ്ടാകുമ്പോഴാണ് ഈ ചിന്ത വന്ന് ഭ്രാന്തി അനുഭവിക്കാൻ കാരണം. അപ്പൊ ഞാൻ ദേഹമാണ്, ഞാൻ ഇന്ദ്രിയമാണ്, ഞാൻ ബുദ്ധിയാണ്, ഞാൻ മനസ്സാണെന്നൊരു ദേഹാഭിമാന ബലം വർദ്ധിച്ചു വരും. അത്
ജന്മാദികളായ ക്ലേശങ്ങൾ ഉണ്ടെന്ന് തോന്നിപ്പിക്കലാണ്. ഇതൊന്നും വസ്തുതയില്ല. ഈ ക്ലേശങ്ങളൊക്കെ തോന്നലാണ്. ഉപദ്രഷ്ടു ശിരച്ഛേദനാധികം യഥാപ്രതീയത. സ്വപ്നം കാണുന്നവന് ശിരഫ് മുറിച്ച് കിടക്കുന്നത് എപ്രകാരം കാണപ്പെടുന്നുവോ അതുപോലെ അർത്ഥേന വിന അമുഷ്യപുംസഃ ആത്മവിപര്യ. യഥാർത്ഥമായ വസ്തു കൂടാതെ ഈ പുരുഷന് ആത്മവിപര്യം, സ്വഭാവ വിപരീതാവസ്ഥ ഉണ്ടാകുന്നതാണ്. ഇതാണ് മായയുമായുള്ള സംബന്ധം കൊണ്ട് അനുഭവിക്കുന്നത്. ഈ സ്വപ്നാനുഭവം മായയുമായുള്ള സംബന്ധം കൊണ്ട് അനുഭവിക്കുകയാണ്. വാസ്തവത്തിലുള്ളതല്ല, ഇല്ലാത്തതാണ്. യദർത്ഥേന വിനാമുഷ്യപുംസ ആത്മവിപര്യാം പ്രതീയത ഉപദ്രഷ്ടു ശിരച്ഛേദനാദികം അമുഷ്യപുംസ ആത്മവിപര്യ യത് അർത്ഥേന വിനാ ഉപദ്രഷ്ടു സ്വശിരച്ഛേദനാദികം പ്രതീയത്തെ. യദർത്ഥേന വിനാമുഷ്യപുംസ ആത്മവിപര്യാം പ്രതീയത ഉപദ്രഷ്ടു സ്വശിരച്ഛേദനാദികം യദർത്ഥേന വിനാമുഷ്യപുംസ ആത്മവിപര്യാം പ്രതീയത ഉപദ്രഷ്ടു സ്വശിരച്ഛേദനാദികം അമുഷ്യപുംസഃ ആത്മവിപര്യേഹ യത് അർത്ഥേന വിനാ ഉപദ്രഷ്ടു സ്വശിരച്ഛേദനാദികം പ്രതീയത്തെ. യദർത്ഥേന വിനാമുഷ്യ പുംസ ആത്മവിപര്യാം പ്രതീയത ഉപദ്രഷ്ടു സ്വശിരച്ഛേദനാദികം യഥാ ജലേ ചന്ദ്രമസ കമ്പാദിസ്തത്കൃതോ ഗുണഃ ദൃശ്യത്തെ അസന്നപി ദൃഷ്ടു ആത്മനോ അനാത്മനോ ഗുണാ. യഥാ, ഇനി ഉദാഹരണം പറയാം. ജലേ, വെള്ളത്തിൽ, ചന്ദ്രമസഃ, ചന്ദ്രന്റെ, കമ്പാദിഹി, ഇളക്കം, കമ്പനം ആദിയായവ, തത്കൃതോ ഗുണഃ, അതിലുണ്ടാക്കപ്പെട്ട ഗുണം കൊണ്ടാണ്. രാത്രിയിൽ വഴിനീളെ സഞ്ചരിച്ചു പോകുമ്പോൾ മുകളിൽ ചന്ദ്രൻ ഉദിച്ചു നിൽക്കുകയാണെങ്കിൽ ചന്ദ്രൻ എൻ്റെ കൂടെ സഞ്ചരിക്കുന്നു എന്ന് ഓരോരുത്തർക്കും തോന്നും. വാസ്തവത്തിൽ സഞ്ചരിക്കുന്ന ആരാണ്? നമ്മളാണ്. ചന്ദ്രൻ നിൽക്കുകയാണ്, ആകാശം നിൽക്കുക. ഇതൊരു തോന്നലല്ലേ? വാസ്തവത്തിൽ സത്യമാണോ? ബുദ്ധിയുടെ ഭ്രമമല്ലേ? അതേപോലെ വെള്ളത്തിൽ കാണുന്ന ചന്ദ്രൻ, ചന്ദ്രനെ കുളത്തിലും കിണറ്റിലും ഒക്കെ രാത്രി കാലങ്ങളിൽ നോക്കുമ്പോൾ അങ്ങനെ തിളങ്ങി നിൽക്കുന്ന ചന്ദ്രനെ കാണാം. ആ ചന്ദ്രനെ ഈ കുളത്തിലെ വെള്ളം ഒന്നിളക്കുമ്പോൾ ഈ ചന്ദ്രന്റെ പ്രതിബിംബവും ഇളകും. വാസ്തവത്തിൽ യഥാർത്ഥ ചന്ദ്രന് ഇളക്കമില്ല. എന്തുകൊണ്ടാണ്? കുളവുമായുള്ള സംബന്ധം കൊണ്ടാണ്, കുളത്തിലെ വെള്ളവുമായുള്ള സംബന്ധം കൊണ്ടാണ്, ആ വെള്ളത്തിലെ ഒഴുക്കുകൊണ്ടുള്ള സംബന്ധം കൊണ്ടാണ് ഇങ്ങനെയുള്ള തോന്നൽ ഉണ്ടാകുന്നത്. വാസ്തവത്തിൽ സത്യമാണോ? അല്ല. ഈ ചന്ദ്രൻ ഇളക്കം ഉണ്ടാകുമോ? ഇല്ല. പക്ഷേ ഈ കുളത്തിലെ ചന്ദ്രൻ ഇളക്കം ഉണ്ടാകുന്നല്ലോ, അത് കുളമെന്ന ഉപാധിയെ ആശ്രയിച്ചത് കൊണ്ടാണ്. ഈ കുളമെന്ന ഉപാധിയാണ് മായ. മായ എന്ന ഉപാധിയെ ആശ്രയിച്ചപ്പോൾ എന്താണ്? ഈ ചന്ദ്രൻ കിണറ്റിൽ കിടന്ന് ഇങ്ങനെ അനങ്ങുന്നു എന്ന് തോന്നിക്കലാണ്. വാസ്തവത്തിൽ ചന്ദ്രൻ അനക്കമില്ല, ആകാശത്ത് സുസ്ഥിരനായി നിൽക്കുകയാണ്. വെള്ളത്തിൽ കാണുന്ന ചന്ദ്രനാണ് അനക്കം. അത് വെള്ളമെന്ന ഒരു പ്രതിബിംബം കൊണ്ട് തെളിഞ്ഞു വരുന്നതാണ്. അതേപോലെ ഈ യഥാ ജലേ ചന്ദ്രമസഃ കമ്പാദി, കമ്പനം, അനക്കം, വിറയൽ, തത്കൃതോ ഗുണഃ, അതുകൊണ്ട് ചെയ്യപ്പെട്ട ഗുണങ്ങൾ, ദൃശ്യത്തെ അസന്നപി, അസത്ത് അപി ദൃശ്യത്തെ, ഇല്ലാത്തതാണെങ്കിലും കാണുന്നില്ലേ? കുളത്തിൽ ചന്ദ്രൻ ഇങ്ങനെ വെട്ടിത്തിളങ്ങി സഞ്ചരിച്ച് നടന്നു പോകുന്നത് കാണില്ലേ? വാസ്തവത്തിൽ സത്യമാണോ? അല്ല. അസന്നപി, ഇല്ലാത്തതാണെങ്കിൽ പോലും ദൃശ്യത്തെ കാണുന്നില്ലോ. ദ്രഷ്ടുഹു ആത്മനോ അനാത്മനോ ഗുണ. ദ്രഷ്ടുഹു, ദ്രഷ്ടാവിൻ്റെ,
അനാത്മനഃ ആത്മനഃ, ആത്മാവില്ലാത്തതിൻ്റെയോ ആത്മാവുള്ളതിൻ്റെയോ ആയ സ്വഭാവ ഗുണങ്ങൾ ദൃശ്യത്തെ കാണപ്പെടും. ഒരു ജീവനിൽ കാണപ്പെടുന്ന മുമ്പ് ചോദിച്ച കാർപ്പണ്യഭാവം, ദീനത, ദൈന്യത, ഇതൊക്കെ ജീവനുണ്ടെന്ന് തോന്നുന്നത് പോലെയാണ് ഈശ്വരനിലുണ്ട് എന്ന് വിചാരിക്കുന്നത്. അത് വാസ്തവത്തിൽ കാണപ്പെടുന്നില്ല. ഈശ്വരനിൽ അങ്ങനെയുള്ള ഭാവങ്ങൾ ഒന്നും തന്നെയില്ല. ആകാശത്തിലെ ചന്ദ്രൻ ജലത്തിൽ പ്രതിബിംബിക്കുമ്പോൾ അനേക തരത്തിലുള്ള ചലനം, ഓളങ്ങൾ, വെട്ട്, ഇതൊക്കെ കാണപ്പെടും. ആകാശചന്ദ്രനിൽ അങ്ങനെയൊന്നുമില്ല, അനക്കമില്ലാതെ. വാസ്തവത്തിലെ ചലനാദികളായ ധർമ്മം ചന്ദ്രനില്ല, ജലത്തിനാണുള്ളത്, പ്രതിബിംബത്തിനാണ് ഉള്ളത്. പരമാർത്ഥമായ ചന്ദ്രനിൽ ഇത് കാണുന്നില്ല. അതുപോലെയാണ് ശരീരം, ഇന്ദ്രിയങ്ങൾ ഇവയ്ക്ക് കൊണ്ടുള്ള സുഖദുഃഖാദി ഭാവങ്ങളും ജനനമരണാദികളും ശരീരാഭിമാനിയായ ജീവന് ഇല്ലാത്തതാണെങ്കിലും ഉള്ളതുപോലെ തോന്നിക്കുന്നു, കാണപ്പെടുന്നു. അതാണ് മായ. അസംഗനായ ഈശ്വരന് ഈ വക ധർമ്മങ്ങളൊന്നും ഇല്ലതാൻ. ശരീര അഭിമാനം കൊണ്ടാണ് ജീവന് ദുഃഖമുണ്ടാകാൻ കാരണം. യഥാ ജലേ ചന്ദ്രമഫ കമ്പാതി തത്കൃതോ ഗുണ ദൃശ്യത്തെ അഫന്നപി ദൃഷ്ടു ആത്മനോ അനാത്മനോ ഗുണാഹം. ജലേ കമ്പാതി തത്കൃതഃ ചന്ദ്രമഫഃ അഫത്ത് അപി യഥാ ദൃശ്യത്തെ തഥാ അനാത്മനഃ ദ്രഷ്ടുഃ ആത്മനഃ ദൃശ്യത്തെ. യഥാ ജലേ ചന്ദ്രമഫ കമ്പാതി തത്കൃതോ ഗുണം ദൃശ്യത്തെ അഫന്നപി ദ്രഷ്ടുഃ ആത്മനോ അനാത്മനോ ഗുണാഹം. ജലേ കമ്പാതി തത്കൃതഃ ഗുണഃ ചന്ദ്രമഫഃ അഫത്ത് അപി യഥാ ദൃശ്യത്തെ തഥാ അനാത്മനഃ ദ്രഷ്ടുഃ ആത്മനഃ ദൃശ്യത്തെ. അനാത്മനഃ ഗുണാഃ യഥാ ജലേ ചന്ദ്രമഫ കമ്പാതി തത്കൃതോ ഗുണം ദൃശ്യത്തെ അഫന്നപി ദ്രഷ്ടുഃ ആത്മനോ അനാത്മനോ ഗുണാഹം. യഥാ ജലേ ചന്ദ്രമഫ കമ്പാതി തത്കൃതോ ഗുണം ദൃശ്യത്തെ അഫന്നപി ദ്രഷ്ടുഃ ആത്മനോ അനാത്മനോ ഗുണാഹം. വൈ നിവൃത്തിധർമ്മേണ ദേവാനുകമ്പയാ ഭഗവത് ഭക്തിയോഗേന സുബോധത്തെ ശനൈതിഹാം. വൈ, ആ ധർമ്മം തന്നെയാണ് നിവൃത്തിധർമ്മേണ, നിവൃത്തിധർമ്മം കൊണ്ടും വാസുദേവ അനുകമ്പയ, വാസുദേവന്റെ കാരുണ്യം കൊണ്ടും ഭഗവത് ഭക്തിയോഗേന, ഭഗവാനുള്ള ഭക്തിയോഗം കൊണ്ടും ഇഹ ഈ ലോകത്തിൽ ശനൈഹി വിരോധത്തെ പതുക്കെ പതുക്കെ ഇല്ലാതാകും. ശനൈഹി സാവകാശം ഇല്ലാതാകുന്നു. ഇതിന് വിപരീതമായ ഒരു ഭാവന എങ്ങനെ ഇല്ലാത്തതാന്ന് പറയാൻ പറ്റും? അഫത്ത് എന്നെങ്ങനെ പറയാൻ പറ്റും? വിപരീതമായ വസ്തു ഉള്ളതല്ലേ? വിപരീതമാണെന്നേ ഉള്ളൂ, ഉള്ളതല്ലേ? അതില്ലാത്തതെന്ന് പറയാൻ പറ്റില്ലല്ലോ. കാരണം ഒരു ജീവൻ ചെയ്യുന്ന സകല വ്യാപാരങ്ങളും ഭഗവാന്റെ പ്രീതിക്ക് വേണ്ടി സമർപ്പിച്ചാൽ അതിനെ നിവൃത്തിധർമ്മം എന്ന് വിളിക്കാം. രണ്ട് തരത്തിലാണ് ധർമ്മം. ഒന്ന് പ്രവൃത്തിധർമ്മം, മറ്റൊന്ന് നിവൃത്തിധർമ്മം. എന്താ പ്രവൃത്തിധർമ്മം? ഞാൻ എനിക്ക് വേണ്ടി ചെയ്യുന്ന സമസ്ത കർമ്മങ്ങൾ. നിവൃത്തിധർമ്മം, ഇതൊന്നും എനിക്ക് വേണ്ടിയല്ല, ഈശ്വരന് വേണ്ടിയാണ് എന്ന് ഈ കർമ്മത്തിൽ നിന്നും ഭാവനയെ നിവർത്തിപ്പിക്കുന്ന കർമ്മത്തിന്റെ പേരാണ് നിവൃത്തി കർമ്മം എന്ന്. ഇവിടെ
ഒരാളുടെ സമസ്ത കർമ്മങ്ങളും ഭഗവത് പ്രീതിക്ക് വേണ്ടി സമർത്ഥിച്ചാൽ അത് നിവൃത്തിധർമ്മമാണ്. അതുകൊണ്ട് തൻ്റെ ഉള്ളിലിരിക്കുന്ന ഭഗവാന്റെ കടാക്ഷം ജീവന് എന്തുകൊണ്ടാണ്? ഭഗവത് പ്രീതിക്ക് വേണ്ടി സമസ്ത കർമ്മങ്ങളും അർപ്പിച്ചാൽ ഭഗവാന്റെ കാരുണ്യ കടാക്ഷം കൊണ്ട് ഭഗവത് കഥ കേൾക്കാനും ഉച്ചരിക്കാനും സന്തോഷമുണ്ടാകും. എല്ലാവർക്കും ഉണ്ടാവാറില്ല. ഭഗവാന്റെ കഥ കേട്ടാൽ ആർക്കാ വലിയ സന്തോഷം? അപൂർവം ചിലർക്ക് മാത്രം. ഇത് എന്തുകൊണ്ടാണ് ഉണ്ടാവുക? ഉണ്ടാകുന്നത് നിവൃത്തിധർമ്മത്തെ ആശ്രയിച്ച് ഭഗവാന്റെ കാരുണ്യ കടാക്ഷം ആത്മാവിന് സിദ്ധിച്ചാൽ അപ്പോൾ ഭഗവത് കഥ കേൾക്കാനും പാടാനുമുള്ള ആഗ്രഹം ഉണ്ടാകും. അപ്പോൾ ദേഹേന്ദ്രിയാദികൾ ആത്മവിപരീയ ഭാവത്തെ ക്രമേണ നശിപ്പിച്ചിട്ട് ക്ഷമയോടുകൂടി ഭക്തി യോഗം സ്വീകരിക്കാൻ ശ്രമിക്കുന്നത് പോലെ സംസാരശാന്തിക്ക് ഉപായം ഇത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് സവൈ നിവൃത്തിധർമ്മേണ വാസുദേവാനുകമ്പയാം ഭഗവത് ഭക്തിയോഗേന തിരോധത്തെ ശനൈരിഹാം. വൈ നിവൃത്തിധർമ്മേണ വാസുദേവാനുകമ്പയാം ഭഗവത് ഭക്തിയോഗേന ഇഹ ശനൈഃ തിരോധത്തെ. വൈ നിവൃത്തിധർമ്മേണ വാസുദേവാനുകമ്പയാം ഭഗവത് ഭക്തിയോഗേന തിരോധത്തെ ശനൈരിഹാം. വൈ നിവൃത്തിധർമ്മേണ വാസുദേവാനുകമ്പയ ഭഗവത് ഭക്തിയോഗേന ഇഹ ശനൈഃ തിരോധത്തെ. പതുക്കെ പതുക്കെ ദേഹങ്ങളിലും ഇന്ദ്രിയത്തിലുമൊക്കെ ഒരു അധ്യാസം ചെയ്തു വെച്ചിട്ടുണ്ട്. മായയുടെ രണ്ട് സ്വരൂപങ്ങളാണ്. ഒന്ന് ഇല്ലാത്തതിനെ ഉണ്ടെന്ന് തോന്നിക്കുക, ആ ഉള്ളതിൽ വ്യാപരിച്ചു കൊണ്ടേയിരിക്കുക. ഈ രണ്ട് സ്വരൂപങ്ങൾ മായക്കുണ്ട്. അതുകൊണ്ടാണ് അധ്യാസം കൊണ്ടാണ് ഈ ആത്മവിപര്യം ഉണ്ടായത്. അത് പതുക്കെ നശിക്കാൻ കാരണമായി തീരും ഭക്തിക്കുണ്ട്. സംസാരശാന്തിക്ക് ഏറ്റവും നല്ല ഉപായം ഭഗവത് ഭക്തി മാത്രമാണ്. നിവൃത്തധർമ്മം അനുഷ്ഠിക്കുന്നവരൊക്കെയും ഭക്തിയോഗം കൊണ്ട് ഇവിടെ നിന്നും പതുക്കെ പതുക്കെ മാറി ഭഗവനിലേക്ക് ചേരാൻ കാരണമായി തീരുന്നത് എത്രയോ പ്രാവശ്യം കണ്ടുകൊണ്ട് ക്ഷമയോടുകൂടി കാത്തിരിക്കുക. ഇതനുഭവിക്കാൻ പറ്റും. പവൈ നിവൃത്തിധർമ്മേണ വാസുദേവാനുകമ്പയാം ഭഗവത് ഭക്തിയോഗേന തിരോധത്തെ ശനൈരിഹാം. വൈ നിവൃത്തിധർമ്മേണ വാസുദേവാനുകമ്പയാ ഭഗവത് ഭക്തിയോഗേന ഇഹ ശനൈഃ തിരോധത്തെ. വൈ നിവൃത്തിധർമ്മേണ വാസുദേവാനുകമ്പയാം ഭഗവത് ഭക്തിയോഗേന തിരോധത്തെ ശനൈരിവാം. വൈ നിവൃത്തിധർമ്മേണ വാസുദേവാനുകമ്പയാം ഭഗവത് ഭക്തിയോഗേന തിരോധത്തെ ശനൈരിഹാം. യഥാ ഇന്ദ്രിയോപരാമോധ ദൃഷ്ട്രാത്മനി പരേ ഹരൗ വിലീയന്തേ തഥാ ക്ലേശാഃ സംസുപ്തസ്യേവ കൃഷ്ണശഃ. യഥാ എപ്പോഴാണോ ഇന്ദ്രിയ ഉപരാമോ അഥ ഇന്ദ്രിയങ്ങളുടെ ഉപരതി ഉപരാമം ദൃഷ്ട്രാ ആത്മനി പരേ ഹരൗ ആത്മനി ഹരൗ ആത്മസ്വരൂപനായ ഹരിയിൽ ദ്രഷ്ടാവിനോടുകൂടെ എപ്പോഴാണോ ഉണ്ടാകുന്നത് തഥാ അപ്പോൾ സംസുപ്തസ്യ ഉറങ്ങിക്കിടന്നവൻ എന്ന പോലെ ക്ലേശങ്ങൾ കൃഷ്ണശഃ വീണ്ടും വീണ്ടും വിലീയന്തേ ലയിക്കുന്നു. ഭക്തിയുടെ അഭിവൃദ്ധി ഉണ്ടാകാൻ എന്താണ് വേണ്ടത്? ഭക്തി കൊണ്ട് എങ്ങനെ ക്ലേശങ്ങൾ ഇല്ലാതായിത്തീരും എന്നല്ലേ ഇപ്പൊ പറയുന്നത്. ഇതെങ്ങനെ സാധിക്കും?
ദേഹധർമ്മങ്ങളെ സ്വധർമ്മങ്ങളായി അഭിമാനിക്കുന്നവരാണ് ജീവന്മാരൊക്കെ. ദേഹത്തിന്റെ ധർമ്മങ്ങളൊക്കെ സ്വന്തം ധർമ്മങ്ങളാണെന്ന് അഭിമാനിക്കുന്നവരാണ്. സകല 10 ഇന്ദ്രിയങ്ങളിലെയും വ്യാപാരം സ്വന്തം വ്യാപാരമായി കണക്കുകൂട്ടുന്നവരാണ് ജീവാത്മാക്കൾ. ഇത് രണ്ടും പരമാത്മസ്വരൂപനായിരിക്കുന്ന ആ ഭഗവാൻ എപ്പോഴാണോ അടങ്ങുന്നത്, യഥാ ഇന്ദ്രിയ ഉപരാമോ അഥ, ഇന്ദ്രിയങ്ങളുടെ ഉപരതി എപ്പോഴാണോ ദ്രഷ്ടാവിനാൽ ആത്മനി ഹരവുപരി പരമാത്മ സ്വരൂപനായ ഹരിയിൽ യഥാ വിലീയന്റെ എപ്പോൾ ലയിക്കുന്നോ തദാഹ ക്ലേശാഹ സംസുപ്തസ്യ. എല്ലാ ക്ലേശങ്ങളും സംഹരിക്കുന്ന പരമാത്മാവായ ഹരിയിൽ എപ്പോഴടങ്ങുന്നുവോ അപ്പോൾ എല്ലാ ദുഃഖവും ഇല്ലാതാകും. ഇതെങ്ങനെ പറ്റും? ഉദാഹരണം, സുഷുപ്തി കിടക്കുന്ന ഒരാള് എങ്ങനെയാണ് ബാഹ്യാവസ്ഥകളെ അറിയാതിരിക്കുന്നത്, അതുപോലെയാണ് ഭക്തിയിൽ മുങ്ങിയവന് അവിദ്യ നിമിത്തമുള്ള യാതൊരു സങ്കടവും ഉണ്ടാകും. ഉറങ്ങിക്കിടക്കുന്ന ഒരാൾക്ക് ഒരു ദുഃഖവും ഇല്ല. കാമം, ക്രോധം, ലോഭം, മോഹം, മതം, മാത്സര്യം, അസൂയ, ഡംഭ ഇതൊന്നും ഉറക്കത്തിലില്ല. കാരണം ഇളയൊന്നും ബാധിക്കില്ല. നന്നായി സംസുപ്തസ്യ ഇവ എന്നതുപോലെ അവനെ ഒരു ക്ലേശങ്ങളും ബാധിക്കും. ഉറക്കം കഴിഞ്ഞ് ഉണർന്നാലോ ഇവരെല്ലാം വരും പഴയ പോലെ. ഈ രാഗാദികളായ സമസ്ത ക്ലേശങ്ങളും അപ്പത്തുണ്ടാവും. ഉറങ്ങുന്ന അത്രയും സമയവും ഒരു ക്ലേശവും ഇയാളെ ബാധിക്കത്തില്ല. അതുപോലെയാണ് ഈ ബാഹ്യങ്ങളായ അവസ്ഥകൾ ആത്മസ്വരൂപനായ ഈശ്വരൻ അറിയില്ല. ഭക്തിയിൽ മുങ്ങി നിൽക്കുന്ന ഒരാൾക്ക് അവിദ്യ കൊണ്ടുള്ള ഒരു സങ്കടവും അയാളെ ബാധിക്കത്തില്ല. ഭക്തിയിൽ നിറഞ്ഞിരിക്കുന്ന ഒരാൾക്ക് സങ്കടം ഉണ്ടാവില്ല. ഇതാണ് ഭക്തിയുടെ ഏറ്റവും വലിയ ലക്ഷണം. അതുകൊണ്ട് ക്ലേശത്തിന്റെ നാശം ഉണ്ടാകും ഭക്തി കൊണ്ട്. ഉറങ്ങിയവൻ ഉണരുമ്പോൾ ബാഹ്യാവസ്ഥകളെ കുറിച്ചുള്ള സുഖദുഃഖങ്ങൾ ബാധിക്കുന്നത് പോലെ ഭക്തി നശിച്ചുപോയ അവിദ്യയാകട്ടെ പിന്നെ ഉണ്ടാകില്ല എന്ന് തെറ്റാണ്. ഏത ഇന്ദ്രിയോ ഉപരാമോധ ദൃഷ്ടാത്മനി പരേഹരൗ വിലീയന്തേ തദാ ക്ലേശാഃ സംസുപ്തസ്യേവ കൃഷ്ണശഃ. ദ്രഷ്ട്രാ ഇന്ദ്രിയോപരാമഃ പരേ ആത്മനി ഹരൗ യഥാ തദാ സംസുപ്തസ്യ ഇവ ക്ലേശാഃ കൃഷ്ണശഃ വിലീയന്തേ. യഥേന്ദ്രിയോപരാമോധാ ദൃഷ്ടാത്മനി പരേ ഹരൗ വിലീയന്തേ തദാ ക്ലേശാഃ സംസുപ്തസ്യേവ കൃഷ്ണശഃ. യഥേന്ദ്രിയോപരാമോധ ദൃഷ്ടാത്മനി പരേ ഹരൗ വിലീയന്തേ തദാ ക്ലേശാഃ സംസുപ്തസ്യേവ കൃഷ്ണശഃ. സംക്ലേശമം വിധത്തെ ഗുണാനുവാദശ്രവണം മുരാരേ കുത പുനഃതച്ചരണാരവിന്ദപരാഗ സേവാരതിരാത്മലബ്ധാം. അശേഷ സംക്ലേശമം വിധത്തെ, എല്ലാ ദുഃഖങ്ങളെയും ശമിപ്പിക്കൽ ചെയ്യുന്നു. ഗുണ അനുവാദ ശ്രവണം മുരാരേ, മുരാരിയായ ഭഗവാന്റെ ഗുണങ്ങളെ അനുവദിക്കുന്നത് കേൾക്കുന്ന ആ സമയം, ആ പ്രവൃത്തി കൊണ്ട് കുതഃ പുനഃ തച്ചരണാരവിന്ദപരാഗ സേവാരതി ആത്മലബ്ധ. പിന്നാട്ടെ ആ ഭഗവാന്റെ ചരണാരവിന്ദമാകുന്ന ആ പരാഗത്തിന്റെ സേവാരതിയാണ് ആത്മാവിന് ലഭിക്കുന്നത്. പാദപത്മത്തിൽ നിന്നുമുള്ള മകരന്തരമാകുന്ന രസം പരാഗ സേവാരതി ആത്മലബ്ധ. അത് പിന്നെ ഉണ്ടാകുന്നു എന്ന് പറയാനില്ലല്ലോ. എല്ലാ ക്ലേശത്തെയും എപ്പോൾ സമർപ്പിക്കുന്നുവോ അപ്പോൾ ഭഗവാന്റെ
ഗുണഗണങ്ങൾ കേൾക്കാൻ ആഗ്രഹമുണ്ടാകും. ഉണ്ടായാൽ അങ്ങയുടെ ചരണാരവിന്ദത്തിൽ ഒരിക്കലും ഇളക്കി മാറ്റാനാവാത്ത ഭക്തി ഉണ്ടാകുന്നില്ല. അശേഷഫം ക്ലേശമം വിധത്തെ ഗുണാനുവാദ ശ്രവണം മുരാരേ കുത പുനഃതച്ചരണാരവിന്ദപരാഗഫേവാരതിരാത്മലബ്ധാം. മുരാരേഹേ ഗുണാനുവാദ ശ്രവണം അശേഷഫം ക്ലേശമം വിധത്തെ തച്ചരണാരവിന്ദപരാഗഫേവാരതിഃ പുനഃ കുതഃ അശേഷഫം ക്ലേശമം വിധത്തെ ഗുണാനുവാദ ശ്രവണം മുരാരേ കുത പുനഃതച്ചരണാരവിന്ദപരാഗഫേവാരതിരാത്മലബ്ധാം. അശേഷഫം ക്ലേശമം വിധത്തെ ഗുണാനുവാദ ശ്രവണം മുരാരേ കുത പുനഃതച്ചരണാരവിന്ദപരാഗഫേവാരതിരാത്മലബ്ധാം. എന്നിങ്ങനെ വിതുരന്റെ ചോദ്യങ്ങൾക്ക് 4-5 ചോദ്യങ്ങൾക്ക് വിദഗ്ധമായി മൈത്രേയൻ മറുപടി പറഞ്ഞു കഴിഞ്ഞപ്പോൾ വിതുരൻ വീണ്ടും തൻ്റെ കുറെ ആശങ്കകളും സംശയങ്ങളും പരിഹരിക്കാൻ വേണ്ടി ചോദ്യങ്ങൾ ചോദിച്ചു. ഇതാണ് വിതുര മൈത്രേയ സംവാദമാണ്. ചോദ്യങ്ങൾ, വിവാദമല്ല, സംവാദം. ആ സംവാദത്തിൽ കൂടിയാണ് ഈ കഥ മുമ്പോട്ട് നീങ്ങുന്നത്. നമ്മളെ സമയം അതിക്രമിച്ചു. ബാക്കി ഭാഗങ്ങൾ അടുത്ത ദിവസം ആവാം. ഇന്നത്തെ സംഭവത്തിന് ശേഷം സംശയം ചോദിക്കാം. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി.